ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. ബഹുമാനരായ സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കഴിഞ്ഞ പ്രഭാഷണത്തിൽ നമ്മൾ അള്ളാഹുവിന് വേണ്ടി പരസ്പരം സ്നേഹിക്കുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്തു. അതിൻ്റെ അർത്ഥം പലപ്പോഴും നമ്മൾ നമ്മുടെ സ്നേഹം പുറത്തുള്ള ആളുകളുമായിട്ട് ധാരാളം ഉണ്ടാകാറുണ്ട്. കാരണം അത് വളരെ എളുപ്പമുള്ളൊരു സംഗതിയാണ്. പക്ഷേ സ്വന്തം വീടിനകത്തുള്ളവരെ നമ്മൾ ഒരിക്കലും ആ വിഷയത്തിൽ മറന്നു പോകാൻ പാടില്ലാത്തതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനും നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതിലേറ്റവും പ്രധാനം നമ്മുടെ ഓരോരുത്തരുടെയും മാതാപിതാക്കളാണ്. അവരിൽ തന്നെ ഏറ്റവും പ്രധാനം നമ്മുടെ മാതാക്കളാണ്. ഉമ്മയേക്കാൾ ഉപരിയായി മറ്റൊരാളോടും ഇത്രയധികം സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിനെക്കുറിച്ച് അല്ലെങ്കിൽ അവർക്ക് നന്മ ചെയ്യുന്നതിനെക്കുറിച്ച് അള്ളാഹുവോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോ മറ്റൊരാളെയും നമ്മുടെ ജീവിതത്തിൽ പരിചയപ്പെടുത്തിയിട്ടില്ല എന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തൊരു ഹദീസിൽ അദ്ദേഹം പറയുകയാണ്, ജാ റജുലുൻ ഇലാ റസൂലില്ല, ഒരാൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുത്തേക്ക് വന്നു. ഫഖാല, എന്നിട്ട് ചോദിച്ചു, യാ റസൂൽ അല്ലാഹ്, മൻ അഹഖുന്നാസി ബിഹുസ്നി സുഹ്ബതി, അള്ളാഹുവിൻ്റെ റസൂലെ, എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഞാൻ നന്നായി സഹവർത്തിക്കേണ്ടത്, പെരുമാറേണ്ടത് ആരോടാണ്? കാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉമ്മുക, നിൻ്റെ ഉമ്മ. കാല സുമ്മമൻ, അയാൾ വീണ്ടും ചോദിച്ചു, പിന്നീട് ആരാണ്? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കാല സുമ്മ ഉമ്മുക, പിന്നെയും നിൻ്റെ ഉമ്മ. കാല സുമ്മമൻ, വീണ്ടും അയാൾ ചോദിച്ചു, പിന്നീട് ആരാണ്? കാല സുമ്മ ഉമ്മുക, പിന്നെയും നിൻ്റെ ഉമ്മ തന്നെ. നാലാമതും അയാൾ ചോദിച്ചു, സുമ്മമൻ? കാല സുമ്മ അബൂക. നാലാമത് പ്രവാചകൻ മറുപടി നൽകി, നിൻ്റെ പിതാവിനോട്. അതായത് മാതാവിനോടുള്ള ഏറ്റവും നല്ല പെരുമാറ്റത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അള്ളാഹുവും ഏറ്റവും കൂടുതൽ മുൻഗണന നൽകിയിട്ടുണ്ട് എന്ന് നമുക്കറിയാൻ സാധിക്കും. യുദ്ധത്തിന് പോകാൻ വേണ്ടി അനുവാദം ചോദിച്ചു വന്ന ജാഹിമ റളിയല്ലാഹു അൻഹു എന്ന അനുചരനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇൽസം റിജ്ലഹ ഫസമ്മൽ ജന്ന. അദ്ദേഹത്തോട് ചോദിച്ചു, നിനക്ക് പ്രായമായ മാതാവ് ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ചോദിച്ചു അദ്ദേഹത്തോട്. എന്നിട്ട് അദ്ദേഹത്തോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇൽസം റിജ്ലഹ, അവളുടെ പാദങ്ങളെ നീ മുറുകെ പിടിക്കുക. ഫസമ്മൽ ജന്ന, അവിടെയാണ് സ്വർഗം. മറ്റൊരു സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത്, മാതാക്കളുടെ കാൽ കീഴിലാണ് സ്വർഗം എന്ന് പറഞ്ഞാൽ മാതാപിതാക്കളോടുള്ള അനുസരണം ഏറ്റവും പ്രധാനമാണ്. അതിൽ തന്നെ ഉമ്മയോടുള്ള അനുസരണവും കീഴ്വഴക്കവും ഉമ്മയോടുള്ള വഴക്കവും അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അങ്ങനെ അല്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം സ്വർഗത്തിൽ പ്രവേശിക്കുക എന്നത് ഒരിക്കലും ചിന്തിക്കാൻ പോലും സാധിക്കാത്ത ഒരു സംഗതിയാണ്. അള്ളാഹുവിനോടുള്ള അനുസരണത്തോടൊപ്പമാണ് അള്ളാഹു മാതാപിതാക്കളോടുള്ള അനുസരണത്തെ ഖുർആനിൽ പരാമർശിച്ചിരിക്കുന്നത്. അതായത് നാം അള്ളാഹുവിനെ ആരാധിക്കുകയും അനുസരിക്കുമ്പോഴും തന്നെ അതേ സന്ദർഭത്തിൽ തന്നെ മാതാപിതാക്കളോട് അങ്ങേയറ്റം ദയയും സ്നേഹവും കാണിക്കേണ്ടതുണ്ട്. തീർച്ചയായും അള്ളാഹുവിനാണ് നമ്മുടെ എല്ലാ ഇബാദത്തിലും മുൻഗണന. പക്ഷേ ഭൗതിക ജീവിതത്തിൽ, നമ്മുടെ നിത്യജീവിതത്തിൽ അള്ളാഹുവിനെ അനുസരിക്കുന്നതിനൊപ്പമാണ് മാതാപിതാക്കളെ അനുസരിക്കുന്നതിനെക്കുറിച്ച് അള്ളാഹു സൂചിപ്പിച്ചിരിക്കുന്നത്. സൂറത്തുൽ ഇസ്രായിൽ അള്ളാഹു അത് ഇങ്ങനെ പറയുന്നുണ്ട്, വഖളാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹ് വബിൽ വാലിദൈനി ഇഹ്സാന, നിൻ്റെ റബ്ബ് വിധിച്ചിരിക്കുന്നു, അവനെയല്ലാതെ നിങ്ങൾ ഇബാദത്ത് ചെയ്യരുത്, മാതാപിതാക്കളോട് നന്മ ചെയ്യണം. മാതാപിതാക്കളോടുള്ള സ്നേഹത്തിൻ്റെ ഭാഗമായി അവരിൽ നിന്ന് ഏതെങ്കിലും അനീതിയോ ദ്രോഹമോ പീഡനമോ വന്നാൽ അത് സഹിക്കണം എന്നതിനർത്ഥമില്ല. അവ സാധാരണ നിലയ്ക്ക് പുറത്തുള്ള സാഹചര്യങ്ങളാണ്. അവയെ അപവാദ കേസുകളായിട്ട് കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. പക്ഷേ അപ്പോൾ പോലും പൊതുവായ സാഹചര്യത്തിൽ മാതാവിനുള്ള ഉയർന്ന പദവിയും അവരോട് സ്നേഹം കാണിക്കുന്നതിലൂടെ അള്ളാഹുവിൻ്റെ സ്നേഹം സമ്പാദിക്കുക എന്നതുമായിരിക്കണം നമ്മുടെ അടിസ്ഥാന നിലപാട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നുള്ള മറ്റൊരു സംഭവം, പ്രവാചകൻ്റെ പിതൃ സഹോദരനായിട്ടുള്ള അബ്ദുല്ലാഹിബ്നു അബ്ബാസ്, പിതൃ സഹോദര പുത്രനായിട്ടുള്ള അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ളതാണ്. ഒരാൾ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമീപിച്ച് പറഞ്ഞു, ഞാനൊരു വലിയ പാപം ചെയ്തു പോയി. അള്ളാഹുവിലേക്ക് പശ്ചാത്തപിക്കാൻ, തൗബ ചെയ്യാൻ എനിക്ക് വല്ല വഴിയുമുണ്ടോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ചോദിച്ചു, നിൻ്റെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ? അദ്ദേഹം പറഞ്ഞു, ഇല്ല. പ്രവാചകൻ്റെ അടുത്ത ചോദ്യം, നിൻ്റെ ഉമ്മയുടെ സഹോദരി, അതായത് നമ്മൾ മൂത്തമ്മ, ഇളയമ്മ എന്നൊക്കെ പറയുന്ന അങ്ങനെ ആരെങ്കിലും ജീവിച്ചിരിപ്പുണ്ടോ? ആൾ പറഞ്ഞു, ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എങ്കിൽ നീ അവൾക്ക് നന്മ ചെയ്യുക, അവരോട് ഉത്കൃഷ്ടമായി പെരുമാറുക, അതിലൂടെ അള്ളാഹുവിൻ്റെ കാരുണ്യം പ്രതീക്ഷിക്കുക. മാതാവിന് ശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉടൻ തന്നെ ചോദിച്ചത് മാതാവിൻ്റെ സഹോദരിയെക്കുറിച്ചാണ്. അറബിയിൽ ഖാല എന്ന് പറയുന്ന സഹോദരി, മാതാവിൻ്റെ സഹോദരി. അക്കാലത്തെ സമൂഹങ്ങളിലും ഇന്നും പല സമൂഹങ്ങളിലും മാതാവിൻ്റെ സഹോദരി ഒരു ഉമ്മയുടെ പങ്ക് തന്നെയാണ് വഹിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അൽ ഖാലത്തു ബി മൻസിലത്തിൽ എന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രസ്താവന. ഉമ്മയുടെ സഹോദരി ഉമ്മയുടെ സ്ഥാനത്താണ് എന്നർത്ഥം. ആദരവിൻ്റെയും സ്നേഹത്തിൻ്റെയും കാര്യത്തിൽ പലപ്പോഴും അവർ രണ്ടാം സ്ഥാനത്താണ്. പക്ഷേ നമ്മൾ വലിയൊരു പാപം ചെയ്തു പോയാൽ, അല്ലെങ്കിൽ നമുക്കും അള്ളാഹുവിനും ഇടയിലുള്ള ആ ബന്ധം ശരിയാക്കാൻ ഉമ്മയോട് നന്മ കാണിക്കുക എന്നത് അള്ളാഹുവിൻ്റെ പ്രീതിയിലേക്കുള്ള വാതിൽ തുറക്കാനുള്ള വഴിയായിട്ട് നമ്മൾ കാണണം. അതേപോലെ തന്നെയാണ് ഉമ്മയുടെ അതേ സ്ഥാനത്തുള്ള ഉമ്മയുടെ സഹോദരിമാരും. ഇബ്നു അബ്ബാസിൽ നിന്നുള്ള മറ്റൊരു വിവരണം കുറച്ചുകൂടി അഗാധമായ ഒന്നാണ്. ഇബ്നു അബ്ബാസിൻ്റെ അടുക്കൽ ഒരാൾ വന്നിട്ട് പറഞ്ഞു, അസൂയ കാരണം താൻ ഒരാളെ കൊന്നുപോയി എന്ന് അയാൾ കുറ്റസമ്മതം നടത്തി. താൻ ഒരാളെ കൊലപ്പെടുത്തി അസൂയ കാരണം. അള്ളാഹുവിൻ്റെ മാപ്പിൽ തനിക്ക് വല്ല പ്രതീക്ഷയുമുണ്ടോ എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു. അപ്പോൾ അദ്ദേഹത്തോട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിൻ്റെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ? ആ മനുഷ്യൻ്റെ പരലോകത്തെക്കുറിച്ചായിരുന്നു ഇബ്നു അബ്ബാസ് ആശങ്കപ്പെട്ടത്. അതുകൊണ്ട് തന്നെ നിയമപരമായ ശിക്ഷാ നടപടികൾക്ക് പുറമെയുള്ള ഒരു കാര്യമായിരുന്നു അത്. ആ മനുഷ്യൻ പറഞ്ഞു, ഇല്ല. അപ്പോൾ ഇബ്നു അബ്ബാസ് പറഞ്ഞു, ശരി, എങ്കിൽ നീ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പാപമോചനം തേടുകയും അവൻ്റെ കാരുണ്യത്തിൽ പ്രതീക്ഷ അർപ്പിക്കുകയും ചെയ്യുക. ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പ്രത്യേകമായി ചോദിച്ച ശേഷം അദ്ദേഹം ഒരു പൊതുവായ മറുപടിയാണ് കൊടുത്തത്. ഈ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഈ വാചകം കേട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ അദ്ദേഹത്തോട് ചോദിച്ചു, ഈ വലിയ പാപത്തിൽ ഉമ്മ ഒരു ഘടകമേ അല്ല, അല്ലെങ്കിൽ ഉമ്മ ഇതിൻ്റെ അകത്തൊരു ഭാഗമേ അല്ല, എന്നിട്ടും താങ്കൾ എന്തിനാണ് ഉമ്മയെക്കുറിച്ച് ചോദിച്ചത്? ഒരാളെ കൊന്ന ഒരാൾക്ക് അള്ളാഹുവിൻ്റെ മാപ്പ് ലഭിക്കുമോ എന്ന വിഷയത്തിൽ ഉമ്മയ്ക്ക് എന്ത് പ്രസക്തിയാണുള്ളത്? ആ ചോദ്യത്തിന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ മറുപടി നൽകി, അള്ളാഹുവാണ് സത്യം. ഒരാൾ തൻ്റെ ഉമ്മയെ സേവിക്കുന്നതിനേക്കാൾ അള്ളാഹുവിന് പ്രിയപ്പെട്ട മറ്റൊരു പ്രവൃത്തിയും എനിക്കറിയില്ല. ഇന്നി ലാ അഅലമു അമലൻ അഖറബ ഇലല്ലാഹ് അസ്സ വജല്ല മിൻ ബിർറിൽ വാലിദ. മാതാവിനോടുള്ള നന്മയേക്കാൾ ബിർറുൽ വാലിദ, അതിനേക്കാൾ അള്ളാഹുവിലേക്ക് ഒരാളെ അടുപ്പിക്കുന്ന മറ്റൊരു പ്രവൃത്തിയും എനിക്കറിയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അൽ അദബുൽ മുഫ്രദ് എന്ന കിതാബിൽ ഈ സംഭവം വിവരിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ മാതാവിനോട് ദയയും അനുസരണവും കാണിക്കുക എന്നത് നമുക്ക് ചെയ്യാൻ വളരെ എളുപ്പമുള്ളതും പെട്ടെന്ന് സാധിക്കുന്നതുമായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ മാതാക്കൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവർക്ക് നന്മകൾ ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. ഇമാം സൈനുൽ ആബിദീൻ ബിൻ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ സൈനുൽ ആബിദീൻ അദ്ദേഹം പറഞ്ഞ ഒരു വാചകം, ഒരു വാതിൽ അടഞ്ഞാൽ മറ്റൊരു വാതിലിലേക്ക് പോവുക എന്ന് പറഞ്ഞാൽ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് തെറ്റ് സംഭവിച്ചാൽ അതിനെ പുറത്ത് കിട്ടാനുള്ള ഒരു വഴി കൂടിയാണ് മാതാപിതാക്കളോടും പ്രത്യേകിച്ച് ഉമ്മയോട് സ്നേഹം കാണിക്കുന്നതും അവരനുസരിക്കുന്നതും എന്നതാണ്. അതുവഴി അള്ളാഹുവിൻ്റെ സ്നേഹത്തിലേക്കും കാരുണ്യത്തിലേക്കുമുള്ള വഴി നമുക്ക് പ്രാപ്യമാക്കാൻ സാധിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മറ്റൊരു സംഗതി, റിളല്ലാഹി ഫി റിളൽ വാലിദൈൻ വസഖത്തുല്ലാഹി ഫി സഖത്തിൽ വാലിദൈൻ. മാതാപിതാക്കളുടെ തൃപ്തിയിലാണ് അള്ളാഹുവിൻ്റെ തൃപ്തി. അള്ളാഹുവിൻ്റെ കോപം മാതാപിതാക്കളുടെ കോപത്തിലാണ്. അതായത് മാതാപിതാക്കളാണ് യഥാർത്ഥത്തിൽ നമ്മുടെ സ്വർഗത്തിൻ്റെ കവാടങ്ങൾ. അവർക്ക് പ്രായമാകുമ്പോൾ അവരെ സ്നേഹിക്കുകയും അവരെ സേവിക്കുകയും അവരോട് ക്ഷമ കാണിക്കുകയും ചെയ്യാൻ നമുക്ക് സാധിക്കണം. അള്ളാഹുവിന് വേണ്ടി നമുക്ക് സ്നേഹിക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 2 വ്യക്തികൾ നമ്മുടെ മാതാപിതാക്കളാണ്. തീർച്ചയായും ആ മാതാപിതാക്കളെ സേവിച്ചുകൊണ്ട്, അവരെ സംരക്ഷിച്ചുകൊണ്ട്, അവരുടെ തൃപ്തി കരസ്ഥമാക്കിക്കൊണ്ട്
ജീവിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഒരാൾ വന്നിട്ട് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നുണ്ട്, ഖലീഫയായിരുന്ന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് പറയുകയാണ്, ഞാൻ എൻ്റെ ഉമ്മയെ മക്കയിൽ എടുത്തുകൊണ്ടുപോയി എൻ്റെ ചുമലിൻ്റെ പുറത്ത് എറ്റിക്കൊണ്ടുപോയി ഹജ്ജ് നിർവഹിച്ചു. തവാഫും സഅയും അറഫയിലും മിനയിലും മുസ്ദലിഫയിലും ജംറയിലുമൊക്കെ എൻ്റെ ഉമ്മയെ എൻ്റെ ചുമലിൽ വഹിച്ചുകൊണ്ട് ഞാൻ ഹജ്ജ് നിർവഹിച്ചു. എൻ്റെ ഉമ്മയോടുള്ള കടപ്പാട് അതുവഴി ഞാൻ നിറവേറ്റിയോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു കൊടുത്ത മറുപടി, ആ ഉമ്മ നിന്നെ പ്രസവിച്ചപ്പോൾ സഹിച്ച വേദനയുടെ 100% പോലും ആയിട്ടില്ല നിൻ്റെ ഈ ത്യാഗം എന്ന് അദ്ദേഹത്തിന് ഉമർ റളിയല്ലാഹു അൻഹു മറുപടി കൊടുക്കുകയാണ്. അപ്പം നമ്മുടെ മാതാപിതാക്കളെ എത്രമാത്രം നമുക്ക് തൃപ്തിപ്പെടുത്താൻ സാധിക്കുന്നുവോ അത്രമാത്രം തൃപ്തിപ്പെടുത്തിക്കൊണ്ട് വേണം അള്ളാഹുവിൻ്റെ സ്നേഹത്തിന് നമ്മൾ പാത്രീഭൂതരാകാൻ എന്നതാണ് ഏറ്റവും പ്രധാനം. അതുപോലെ തന്നെയാണ് നമ്മുടെ മാതാപിതാക്കളെപ്പോലെ തന്നെയാണ് നമ്മുടെ പങ്കാളികൾ, ജീവിത പങ്കാളികൾ, മക്കൾ, സഹോദരീ സഹോദരന്മാർ, അതുപോലെ മാതൃ സഹോദരന്മാർ സഹോദരിമാർ, പിതൃ സഹോദരന്മാർ സഹോദരിമാർ, എല്ലാവരോടുമുള്ള സ്നേഹ ബഹുമാനങ്ങളും അവരോടുള്ള നല്ല പെരുമാറ്റവും അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും ഉന്നതമായ സ്ഥാനം ലഭിക്കുന്ന ഒന്നാണ്. അള്ളാഹു സുബ്ഹാനഹു തആല അത്തരം സ്നേഹം കാണിക്കുന്ന പെരുമാറുന്ന ആളുകളുടെ കൂട്ടത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.